നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം കേരളം, അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാട്. വെൽക്കം ടു തമിഴ്നാട്. കൊടൈക്കനാൽ ആ റൂട്ടൊക്കെ തന്നെ എടുത്ത് ആർത്ത് കണ്ട ഷോളയാർ ഡാമാണ് കേട്ടോ. എന്താ വ്യൂ അല്ലേ. ഇതാണ് നമ്മളെ വാൾപ്പാറ അങ്ങാടി. വാൾപ്പാറ ബസ് സ്റ്റാൻഡ് അപ്പോൾ നിങ്ങൾ കാണും കേട്ടോ. തമിഴ്നാട്ടിലത്തെ ബസ് നോക്കി നിങ്ങൾ. നമ്മൾ നാട്ടിലത്തെ അങ്ങാടി അറിയില്ലേ, അതേപോലുള്ളൊരു അങ്ങാടിയാണ്. നമ്മൾ വാൾപ്പാറയെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നും എല്ലാവർക്കും വലിയ സംഭവമാണെന്നുള്ളത്. സംഭവമൊക്കെ തന്നെയാണ്, പക്ഷേ ഓ എമ്മാരി രസമുള്ള സ്ഥലം അല്ലേ. എന്താ രസമല്ലേ കാണാൻ. എന്താ പൊന്നോ. ക്യാമറ ജസ്റ്റ് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ അതിരാവിലെ 6 മണി 6:21 ആയിട്ടോ. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് KTM എടുത്ത് ഇറങ്ങിയതാണ്. കുറേ ആയി KTM ലോങ് പോകണം എന്ന് വിചാരിക്കേ. അപ്പോൾ ഇന്നാണ് ആ ഒരു സമയം വന്നെത്തി കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ വണ്ടി എടുക്കാനൊക്കെ ലോങ് പോകാറുണ്ട്. പക്ഷേ ഞാൻ ആക്ച്വലി ഇന്ന് പോകാൻ ഉദ്ദേശിച്ച RX-ലായിരുന്നു. അപ്പോൾ RX നമ്മുടെ പിസ്റ്റം പറഞ്ഞ് കഴിഞ്ഞതുകൊണ്ട് 1000 കിലോമീറ്റർ ഓടിയിട്ടില്ല. പിന്നെ അതിൻ്റെ ടാക്സ് ഇൻഷുറൻസും തെറ്റിക്കെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റി പ്ലാൻ ബി നമ്മുടെ KTM അഡ്വഞ്ചർ 250 കൊണ്ടാണ് നമ്മൾ വാൾപ്പാറയിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ വാൾപ്പാറ പോകുന്നു, അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡേ വ്ളോഗ്. 2 വ്ളോഗ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പറ്റുമെന്നറിയില്ല, നോക്കാം. എന്തായാലും ഇവിടെ നമ്മൾ 360 കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. ഞാൻ 5:30 ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സർവീസ് സെൻ്ററിൽ നിന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് സെൻ്ററിൽ നമ്മൾ ബാക്കി ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വ്ളോഗ് ചെയ്ത് അവിടെ കൊണ്ടുവച്ചായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5:30 മണിക്ക് രാവിലെ ആദ്യമായിട്ടാണ് 5:30 മണിക്ക് എണീക്കാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ എണീക്കാറില്ല. അപ്പോൾ അങ്ങനെ 5:30 മണിക്ക് 4:45 എണീറ്റിട്ടുണ്ട്. എണീറ്റ് ഫ്രഷായി നേരെ ഹെൽമെറ്റ് എടുക്കാൻ പോയി. ഇനി നമുക്ക് നേരെ വാൾപ്പാറ വിടാം. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു 4 ബൈക്കും കൂടെ ഉണ്ട് കേട്ടോ. 4 അല്ല 3 ബൈക്കും കൂടെ നമ്മുടെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെയും കൂടെ കൂട്ടിയിട്ട് നേരെ വാൾപ്പാറ വിടാം. ബാക്കി 3 വണ്ടിയും കൂടി ജോയിൻ ആക്കിയിട്ടുണ്ടോ. ഒരു ബുള്ളറ്റാണ്, അതേപോലെ ഒരു ഡോമിനർ, ഒരു MT കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം 4 ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. നമ്മൾ കുറേ കാലമായി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പോൾ അതാണ് ഇന്ന് ഇറങ്ങിയത് കേട്ടോ. എല്ലാവരും കൂടിയപ്പോൾ ഒന്ന് പോയി വരാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടതുകൊണ്ടാണ്. എന്തായാലും ഞാൻ പോകുന്ന വിഷയമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാൾപ്പാറ ഞാൻ ശരിക്ക് 2ാമത്തെ പ്രാവശ്യം കേട്ടോ വാൾപ്പാറ പോകുന്നത്. അപ്പോൾ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ആതിരപ്പള്ളി കയറിയിട്ട് നമ്മൾ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ആതിരപ്പള്ളി വരെയുള്ള റൂട്ട് നമുക്ക് കാണാൻ പാടാണ്. അതിനുശേഷം തമിഴ്നാട് ബോർഡർ ഏരിയയിലുള്ള ഈ വാൾപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ബാക്കിയുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ മാപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ബ്ലോക്ക് ഉണ്ടാകുമെന്ന് അറിയില്ല. തൃശ്ശൂർ ഏരിയ കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. പെട്ടെന്ന് കവർ ചെയ്യാഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാവും, റോഡ് മോശമാണ്. നോക്കി നല്ലൊരു ഓഫ് റോഡ് കിട്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂർ റോഡ് പണി നടക്കുന്നുണ്ട്. കുന്നംകുളം ടച്ച് പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ റോഡ് പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഷോർട്ട് കട്ട് പിടിച്ചാണ്. ഇതിൽ കുറച്ച് ഏരിയ ഉള്ളൂ. ഒരു 500 മീറ്റർ, ഒരു 1/2 കിലോമീറ്റർ ഇതേപോലെ പൊട്ടിപ്പൊളിച്ച് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നല്ല റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റൂട്ട് പിടിച്ചിട്ടോ. മറ്റേ കുന്നംകുളം ടച്ച് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാവും. പിന്നെ റോഡ് ഭയങ്കര മോശമാണ്. കുന്നംകുളം വഴി പോകുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും കുന്നംകുളം തൃശ്ശൂർ റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ പോവൽ തുടങ്ങി അന്ന് മുതലേ ആ ഒരു റോഡ് അങ്ങനെ തന്നെയാണ്, കുന്നംകുളം റോഡ്. ഇതുവരെ നേരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് വർക്ക് നടക്കുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ ഈ റോഡും ഇതേപോലെ തന്നെ അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അത് ഏകദേശം ഒരു 5 മാസം മുന്നേ ഈ റോഡ് നന്നായതാണ്. അപ്പോൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ബ്ലോക്ക്, പൊടി, ആകെ ഒരു മണാലി ചെന്ന ഫീലാണ്.
ഈ റോഡ് പണി നടക്കുന്ന റോഡിൽ കൂടി പോകുമ്പോഴേ ആകെ പൊടി എരപ്പം ഗോപ്രൊക്കെ കൊടുക്കുമ്പോഴത്തേന് മണാലി പോയി വന്നൊരവസ്ഥ കേട്ടോ. KSRTCൻ്റെ ബാക്കിലാണ്. എന്താവോ എന്ത് ബ്ലോക്കെന്ന് കേട്ടെ. തൃശ്ശൂർ എത്തിട്ടോ. അങ്ങനെ തൃശ്ശൂർ റീച്ചായി. പാലം പണിയാണല്ലോ, പാലം പണി. ഏതാ പോക്ക്. ബാക്കിൽ വരുന്ന ആൾക്കാരൊന്നും ഫുൾ കവർ ഹെൽമെറ്റ് ഇല്ലാതെ ഈ റോട്ടിന് ഒരിക്കലും വരരുത് കേട്ടോ. തൃശ്ശൂർക്കാരോടാണ്, തൃശ്ശൂരുള്ള ആളുകളോടാണ് ഫുൾ കവർ ഇല്ലാതെ ഒരിക്കലും ഈ റോഡ് പണി കഴിയാതെ ഇതിൽ കൂടെ ഹെൽമെറ്റ് ഇട്ട് ഹാഫ് കവർ ഇട്ടിട്ട് വരരുത്. ആടെ തിരിച്ചറിയില്ല, അമ്മാരി ആടെ തിരിച്ചറിയാത്ത രീതിയിലാണ് പൊടി കേട്ടോ. അമ്മാരി പൊടിയാണ്. പൊടി കാണിച്ചിട്ട് ഒരു പതുക്കെ പോകുന്നില്ല, വേറെ കാര്യം. ഓ അമ്മാരി പൊടിയാണ്. ഞാൻ ഫുൾ കവർ ഇട്ടിട്ട് എൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട് പൊടി. ഓ ഒരു മണാലിയൊക്കെ ചെന്ന ഫീല്. ഇനി കുറച്ചു നേരം നിന്ന് ഡ്രൈവ് ചെയ്യാം. ആഹാ ഏതാ മൂഡ്, പൊളി മൂഡ്. 1 കിലോമീറ്റർ പൊടിയിൽ കൂടെ പോകാട്ടോ. ആകെ ഫോണും എല്ലാം ഡിസ്പ്ലേ ഫുള്ള് പൊടി കയറിയ രപ്പായി. നമ്മളിതാ വാൾപ്പാറ യാത്രയിലാണ് സുഹൃത്തുക്കളെ. വാൾപ്പാറ കുറേ ആൾക്കാർ പോയിട്ടുണ്ടാവും. ഞാനും ആദ്യമായിട്ടല്ല വാൾപ്പാറ പോകുന്നത്. അപ്പോൾ എന്തോ വാൾപ്പാറ ഒരു മൂഡ് തോന്നി, അങ്ങനെ നമ്മൾ ഇറങ്ങിയതാട്ടോ. ആതിരപ്പള്ളി 34 മിനിറ്റ് കൊണ്ട് ആതിരപ്പള്ളി നമ്മൾ റീച്ച് ആവും. ഏകദേശം ഒരു 11 മണിൻ്റെ ഉള്ളിൽ ആതിരപ്പള്ളിയിൽ എത്തും കേട്ടോ. അപ്പോൾ അതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ 2-3 പേരുണ്ടായിരുന്നു, അവരാണ് കാണാൻ കിട്ടാത്തത്. ഇവരെവിടെ പോയി? ബാക്കിൽ 2 പേരുണ്ട്, മുന്നിലൊരാൾ പോയിട്ടുണ്ട്. കൂട്ടം തെറ്റിയാൽ പിന്നെ നമ്മൾ പണ്ടൊക്കെ പശുക്കളങ്ങനെ റോട്ടിൽ കിടൂലേ, അതേപോലെ ആവും കേട്ടോ. പൈക്കളങ്ങനെ റോട്ടിൽ കിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുന്ന പരിപാടിയാണല്ലോ. അതേപോലെയാണ് ഈ റൈഡ് ചെയ്യുന്ന സമയത്ത് കൂട്ടം തെറ്റി പോയാലൊരു പ്രശ്നം. ഇതൊരു ഫോറസ്റ്റ് ഏരിയ കേട്ടോ. ഇവിടെ ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ആനിമൽസിൻ്റെ ഫോട്ടോസ് ഇവരൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. വാൾപ്പാറ റൂട്ട് ഈ പോവുകയാണെങ്കിൽ ഈ റൂട്ട് പോവാം. വാൾപ്പാറ പോകുമ്പോൾ പാലക്കാട് വഴി ആ വഴി പോകുന്നതിനെക്കാട്ടും ഒന്നുകൂടെ കാഴ്ചകൾ കണ്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ഇതായിരിക്കും. വാൾപ്പാറ പോകുന്നവർക്ക് ഏറ്റവും വഴി ആതിരപ്പള്ളി വഴി അങ്ങനെ ഫോറസ്റ്റ് കയറിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. മറ്റേത് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് പോകാം, പാലക്കാട് വഴി പോകാം. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ബൈക്കായിട്ട് പോകുന്ന സമയത്ത് ഞാൻ പറയുന്നു, വാൾപ്പാറ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾ പോകേണ്ടത് ബൈക്കും കൊണ്ടാണ്. അപ്പോഴേ വാൾപ്പാറ പോയതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ബൈക്കായിട്ട് പോകുമ്പോൾ നമുക്ക് അത് ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാറും കൊണ്ട് പോകണ്ടെന്നല്ല, കാറും കൊണ്ട് പോകുന്നതിനേക്കാൾ ഒന്നുകൂടെ എക്സ്പീരിയൻസ് ആവും ബൈക്കും കൊണ്ട് പോകുന്ന സമയത്ത്. ഓക്കെ, ചുരം പോലെ കേട്ടോ. നമ്മുടെയൊക്കെ മൈൻഡ് ഫ്രീ ആവാനും നമുക്ക് ഇന്ന സമയത്ത് വർക്കിലുള്ള സ്ട്രെസ്സ് കുറക്കാനൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇതേപോലെ ഇറങ്ങുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞാനൊക്കെ ആദ്യം എനിക്ക് ഭയങ്കര മടിയായിരുന്നു, പൈസ പോകില്ലേ അല്ലെങ്കിൽ പൈസ എത്ര ചിലവാക്കണമെന്നല്ലോ. പിന്നെ അങ്ങനെ മടി മാറി. നമ്മളൊരു യാത്ര ചെയ്യുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ വണ്ടികൾ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ അത്യാവശ്യം ഏരിയ നമ്മൾ കവർ ചെയ്യാറുണ്ട്. വീഡിയോ ചെയ്യാത്തതാണ്, കുറേ സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം യാത്ര ചെയ്യാന്ന് പറയുന്നത് ഫണ്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നമ്മുടെ ഷോപ്പ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ യാത്ര നമുക്കൊരു തടസ്സം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റേതായ സ്ട്രെസ് ഉണ്ടാവും, അതിൻ്റേതായ കാര്യങ്ങൾ, ഉത്തരവാദിത്വം, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് വരെ വിട്ടു പോകാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ മരിച്ചു പോകുന്നതിന് മുന്നേ ഇതൊക്കെ കാണുക. ഇതെല്ലാം നമുക്ക് ദൈവം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. നാളെ പോവാം അല്ലെങ്കിൽ പൈസ ആയിട്ട് പോവാം എന്ന് ചിന്തിക്കരുത്.
എന്നാണോ പോകുന്നത് അന്ന് വണ്ടിയും കൊണ്ട് അല്ലെങ്കിൽ ആരാണോ പോകുന്നത് അവരൊപ്പം കൂടെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറേ സംഭവങ്ങൾ നമുക്ക് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് കിട്ടും. ഓരോ സ്ഥലങ്ങൾ കാണാൻ പറ്റും, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മനുഷ്യന്മാർ പല രീതിയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ സ്വഭാവം കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് യാത്ര കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെ സമയത്തോളം യാത്ര പോസിബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് ഒഴിവാക്കിയിട്ട് പോകേണ്ടി വരും എന്നുള്ള റിസ്ക് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. നല്ല ചൂടുണ്ടെങ്കിൽ പോലും ഉള്ളിലേക്ക് കോട്ടിട്ടിട്ടും അല്ലാതെ ചൂടെടുക്കണില്ല. അത്യാവശ്യം ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കുറവാട്ടോ ഈ ഒരു ഏരിയയിൽ. എൻ്റെ പൊന്നോ, ഇതൊക്കെ കാട്ടാനിറങ്ങുന്ന ആ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഒന്നും ശരിക്ക് നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും അനുമതി ഉണ്ടാവാറില്ല. കാരണം ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാന്, അതേപോലെ കാട്ടാനകൾ, ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ള ഏരിയ കേട്ടോ അത്. വാൽപ്പാറ റൂട്ട് നിങ്ങൾ പോന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, ഈ റൂട്ടിലെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കേട്ടോ. വനമേഖലയിലൂടെയുള്ള പാത, അതാണ് ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ടെന്ന് പറയുന്നത്. ആ ഒരു കാടിൻ്റെ സൗന്ദര്യവും എല്ലാം ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു റൈഡായിരിക്കും നമ്മുടെ ആതിരപ്പള്ളി വാൽപ്പാറ ആ റൈഡ്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈക്കും കൊണ്ട് പോവാം. ഞാൻ പറയുമ്പോൾ ബൈക്കും കൊണ്ട് പോവാം, കാറും കൊണ്ട് പോകണമെന്നല്ല, ബൈക്കും കൂടെ കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കിട്ടും. ഈത്തപ്പനത്തോട്ടമല്ല കാണുന്നത്, ഏന്തപ്പന അതെന്നാണ് തോന്നുന്നത് കേട്ടോ. എനിക്കും അറിയില്ല എന്താണെന്നുള്ളത്. കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് ആണ് കേട്ടോ ഏന്തപ്പനത്തോട്ടം. എന്താ രസമല്ലേ. ക്യാമറ നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാമറ പണിയാവും. പണിയാവും. ഫസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ മാന്യത കീപ്പ് ചെയ്ത് റൈഡ് ചെയ്യണം കേട്ടോ. നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഓടിക്കുന്ന പോലെ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത്. അതൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തും അമിത ഓവർ സ്പീഡ് ആക്കിയിട്ട് കയറിയിട്ട് അതിൽ 100-110 പോയിട്ട് ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാതിരിക്കുക. മിനിമം ഒരു 60-70 അതൊക്കെയാണ് ഒരു നോർമൽ. ഞങ്ങൾ എല്ലാ ഭാഗത്തും നിർത്തിയിട്ടാണ് പോകുന്നത്. അത്യാവശ്യം ഏരിയ കവർ ചെയ്യാനുണ്ടായതുകൊണ്ട് തന്നെ നിർത്തിയിട്ടാണ് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു സൈഡ്, ഇതിൻ്റെ ഒരു സൈഡ്, ഇപ്പോൾ ഞാനിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഒരു സൈഡ് വരുന്നത് ഫുള്ള് കായലാണ് കേട്ടോ. ഇത് ഒരുപാട് റിസോർട്ട് ഇവിടെ കാണാം. ഈ ഒരു ഏരിയയിലേക്ക് എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് നിങ്ങൾ വരരുത്, ഒരു 2-3 ബൈക്കും കൊണ്ട് വരിക. കാരണം ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വാൾപ്പാറ ഏരിയയിലൊക്കെ വനമേഖല ആയതുകൊണ്ട് ഒറ്റയ്ക്ക് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ റൂട്ട് വരുന്ന സമയത്ത് കേട്ടോ. പാലക്കാട് റൂട്ട് വഴി ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ റൂട്ട് വരെയാണ് നമ്മൾ പോയിട്ടുള്ളത്. എല്ലായിടത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോകുന്ന സമയത്ത് കെയർ ചെയ്ത് പോവുക, അത്രയും മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് അമ്പ് ലെറ്റ്സ് ഗോ. അമ്പ് അടുത്ത അമ്പ്. പോകാം. ഇവിടെയൊക്കെ റേഞ്ച് എന്താ പാടുന്നാവും കേട്ടോ. ഇങ്ങനത്തെ ഏരിയ, ഇടുക്കി ഏരിയ, അതേപോലെ വാൾപ്പാറ ഏരിയ ഒക്കെ റേഞ്ച് കുറവാകാറുണ്ട്. ഇപ്പം എന്താ അവസ്ഥ എന്നാവും. ബ്ലോക്കാണല്ലോ മച്ചാ, ബ്ലോക്കാണ്. പാർക്കിങ്ങിലേക്ക് കയറ്റം അതാവും നല്ലത്, ഒന്നുകൂടി നല്ലത് അതാണ്.
ഗൈസ് അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടു. വീഡിയോ കാണിക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ വാൾപ്പാറ ആയതുകൊണ്ടാണ്. ആതിരപ്പള്ളി വാട്ടർഫാൾസ് എല്ലാവരും അധികം കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ സീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും റേഞ്ച് ഇല്ല കേട്ടോ, മാപ്പ് വർക്ക് ചെയ്യില്ല. അത് വലിയൊരു വിഷയമാണ്. റേഞ്ച് ഇല്ലെങ്കിലും മാപ്പ് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ട്, എനിക്കാണെങ്കിൽ അറിയില്ല. ഒരു ചെറിയ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്തിട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ റൈഡ് തുടരുകയാണ്. ഓ എമ്മാരി രസമുള്ള സ്ഥലമല്ലേ, എന്താ രസമല്ലേ കാണാൻ, എൻ്റെ പൊന്നോ. ക്യാമറ ജസ്റ്റ് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാം. നമ്മൾ ഇടുക്കി സൈഡിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇത്രയും കാട് ഏരിയയൊക്കെ ഞാൻ അന്ന് പോയിട്ടുണ്ട്, ഒരു 5 വർഷം മുന്നേ. അവിടെ ഏകദേശമൊക്കെ നമ്മൾ വാഗമണ്ണൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു സൈഡിൽ കനാലാണ് കേട്ടോ, ആ സൈഡിൽ ഫുള്ള് കനാലാണ്, ഈ സൈഡിൽ ഫുള്ള് മല കേട്ടോ. ആ വാട്ടർഫാൾസിൻ്റെ ആ കനാലുണ്ടല്ലോ, ആ പുഴ, വാട്ടർഫാൾസിൻ്റെ ആ ഒരു പുഴ ഉണ്ടല്ലോ, അതാണ് ആ സൈഡിൽ കേട്ടോ. ഒരു സൈഡിൽ ഫുള്ള് മലയും. ഇല്ല ഓക്കെ, നമുക്കിവിടുന്ന് പാസ് വാങ്ങണം കേട്ടോ. പോകണമെന്നുണ്ടെങ്കിൽ പാസിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. കുരങ്ങൻസ് ഏതല്ലേ, എന്താ രസം. നമ്മൾ ട്രാവൽ വീഡിയോ ചെയ്തിട്ട് കുറേ ആയി, അപ്പോൾ അതിൻ്റെ ഒരു ടച്ച് വിട്ടു കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഏകദേശം ഒരു കൊല്ലമായി നമ്മളൊരു ട്രാവൽ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവും. ആഹാ, നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് വേണ്ടതും, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഒരു പാട്ടൊക്കെ ഇട്ട് മൂടായി വരാം കേട്ടോ. കയറി വെക്കാം. ഈ ഏരിയയിൽ വണ്ടികൾ കുറവാട്ടോ. വണ്ടികൾ എപ്പോഴെങ്കിലൊക്കെ 2-3 കാറ്, ഒരു ബസ്, ഈ രീതിയിലൊക്കെയാണ് വരുന്നത്. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഏരിയയിൽ നല്ല ഓവർ സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കാതിരിക്കുക. 2 സൈഡ്, ഒരു സൈഡ് മൊത്തം കനാലും ഒരു സൈഡ് മൊത്തം പാറക്കെട്ടുമാണ്. തട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ നല്ല ബോഡി പാനലിൽ ഫുള്ള് പരിക്കുണ്ടാവും. അമ്മാതിരി കാട് ഏരിയ കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ വണ്ടി യൂസ് ചെയ്യുക കേട്ടോ. ഈ ഏരിയയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഒന്നുണ്ട്, റേഞ്ചിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഹാപ്പി ആയിരിക്കും കേട്ടോ. നല്ല ശുദ്ധമായി ശ്വസിക്കാൻ പറ്റും. പിന്നെ ആരോടും പരിഭവങ്ങളില്ല, അങ്ങനത്തെ കുറേ കാര്യമുണ്ട് കേട്ടോ. ആരോടും പരിഭവങ്ങളില്ല, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഏരിയയിലൊന്നും അധികം വീടുകളില്ല, ജനവാസ കേന്ദ്രങ്ങളല്ലാന്ന് തോന്നുന്നു. ആദിവാസി ഏരിയകളൊക്കെയാണ് അധികം ഈ ഒരു ഏരിയയിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയും സഹിച്ച് ജീവിക്കുക, അങ്ങനെയും ഓക്കെ ആവുന്ന ആളുകളായിരിക്കും ഇവിടെയൊക്കെ വീട് വെക്കട്ടോ. നമ്മളെ കൊണ്ടൊന്നും ഇവിടെ വീട് വെച്ചിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയും നിൽക്കൊന്നുമില്ല. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ മണ്ടി പോയ ആളുണ്ടാവില്ലല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കാടാട്ടോ. ഇനി ഏതാ മൂട്. അഞ്ച് മണിയാകുമ്പോഴത്തേന് ഏകദേശം റീച്ച് ആവുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പോയി നോക്കാം.
ഇനിയും അത്യാവശ്യം കിലോമീറ്റർ ഓടാനുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്ന് വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ കാട് മൂടി കിടക്കുക കേട്ടോ. കാട് വെട്ടിപ്പൊളിച്ച് റോഡ് ഉണ്ടാക്കിയെന്ന് പറയുന്നത് അത് തന്നെ. പക്ഷേ റോഡ് വീതിയില്ല, റോഡ് കുറച്ചുകൂടെ വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ റോഡ് ഈ ഒരു ഇതിന് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത്യാവശ്യം പറ്റുന്ന രീതിയിൽ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും റോഡ് വീതി കൂട്ടുകയാണെങ്കിൽ ഒരുപാട് മരങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം റോഡ് ഒരു വാഹനം പോകുന്ന രീതിയിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 5 മീറ്റർ 6 മീറ്ററൊക്കെയാണ് ഈ റോഡ് ഉണ്ടാവും കേട്ടോ. നല്ല റോഡായതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ഓക്കെയാണ്, നടുവേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് വളവും തിരിവും ഉണ്ട് എന്നല്ലാതെ വേറൊരു പ്രശ്നം ഈ ഒരു റൂട്ടിൽ ഇല്ല കേട്ടോ. ഇതല്ലാത്ത 2 റൂട്ടും കൂടെ നമുക്ക് വാൾപ്പാറൊക്കെ ഉണ്ട്, സ്ട്രൈറ്റ് റോഡുള്ള. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഈ കാറ്റും മഴയും ഈ ഒരു വെയിലും ഈ ഒരു തണുപ്പും എല്ലാം കൊണ്ടുപോകുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് എപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഈ ഒരു റൂട്ട് പോയിട്ടുള്ള കുറേ ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് ഏറ്റവും പോകാൻ ഇഷ്ടം ഈ റൂട്ടാട്ടോ. ഈ റൂട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ കാഴ്ചകളും കാണാം. ഇതുവരെ വന്യമൃഗങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ഇനി അങ്ങോട്ട് കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പോകുന്ന ആളുകളൊക്കെ കാണാറുണ്ടെന്ന് പറയാറുണ്ട്. എന്നാലും നമ്മൾ ആ ഏരിയയിലേക്കൊക്കെ എത്തണുള്ളൂ കേട്ടോ. ഇറങ്ങി നടക്കുന്ന ഏരിയയിലേക്കൊക്കെ നമ്മൾ ആണ്ട് എത്താനാവുന്നുള്ളൂ. എന്തായാലും നമുക്ക് പോയേക്കാം. രണ്ട് സൈഡിലും കണ്ട നിങ്ങൾ തേയിലത്തോട്ടങ്ങളാൽ കുമിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഇവിടെ ചായപ്പൊടിക്ക് അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. 200 സംതിങ് എന്തോ വില വരുന്നുണ്ട്. ഇപ്പോൾ തോന്നുന്നു 1 കിലോ ചായപ്പൊടിക്ക് 200 സംതിങ് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയെന്ന് കറക്റ്റ് അറിയില്ല, കുറച്ച് കുറവുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും വാൾപ്പാറ നോക്കിയിട്ട് ചായപ്പൊടിൻ്റെ റേറ്റ് ഒക്കെ നോക്കണം. ഇവിടെ നല്ല വാൾപ്പാറ ഭാഗത്ത് നല്ല ചോക്ലേറ്റ് കിട്ടും എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചോക്ലേറ്റൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യാം. നല്ല മനസ്സമാധാനമുള്ളൊരു അന്തരീക്ഷം കേട്ടോ. ചെറിയ ചെറിയ വീടുകൾ, നല്ല കാലാവസ്ഥ, നല്ല അടിപൊളി ഓക്സിജന്, ഇതെല്ലാം കൂടിയിട്ടുള്ള അടിപൊളി ക്ലൈമറ്റും നല്ലൊരു കൾച്ചർ കേട്ടോ. ഇത് ബോർഡർ സൈഡാണ്, തമിഴ്നാട് ബോർഡർ സൈഡാട്ടോ. ഇത് കേരളം തന്നെയാണ്, തമിഴ്നാട് കേരള ബോർഡർ സൈഡിലുള്ള ഏരിയ ആണ് കേട്ടോ മലക്കപ്പാറ എന്ന് പറയുന്നത്. ഇവിടുന്നൊരു 25 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വാൾപ്പാറ എത്താം. ഈ ഒരു ഏരിയയിലൊക്കെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. മലക്കപ്പാറ അതേപോലെ വാൾപ്പാറ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. വാൾപ്പാറ എന്നല്ല കേട്ടോ, ശരിക്കും വാൾപ്പാറ എന്നാണ് ശരിക്ക് അതിൻ്റെ പേര് കേട്ടോ. വാൾപ്പാറ എന്നല്ല, വാൾപ്പാറ, RAI ആണ് വരിക. നല്ല ബ്ലോക്കാണ്. ഫ്രണ്ടിൽ ആ ഒരു ഇന്നോവ കിടന്ന് കളിക്കുന്നതുകൊണ്ട് തോന്നുന്നുണ്ട് ബ്ലോക്ക് അങ്ങോട്ട് ഒഴിഞ്ഞു മാറണില്ല. മുകളിൽ കണ്ട നിങ്ങൾ ഇവിടെ ഒരു ഡാം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. 360 നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഡാമിൻ്റെ ഷട്ടർ ഭാഗം കണ്ടോ കാണുന്നത്. തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഏതാ ഡാമും നമുക്ക് വലിയ കൊടുത്തില്ല. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഡാമിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ ഷട്ടർ ഗേറ്റും അതേപോലെ ഡാമിൻ്റെ കവാടും പാലമൊക്കെയാണ് മുന്നേന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ ഇത്രയും വലിയ ഷട്ടർ അല്ലേ, വലിയ ഷട്ടർ കേട്ടോ. കേരളത്തിലുള്ള ഡാമുകളല്ല, അത്യാവശ്യം കേരളത്തിൽ ഇത്ര ഇതിനെക്കാട്ടി വലിപ്പമുള്ള ഡാമുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷട്ടറും കാര്യങ്ങൾ കേട്ടോ ഡാം.
ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം കേരളം, അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാട്. വെൽക്കം ടു തമിഴ്നാട്. കൊടൈക്കനാൽ ആ ഒരു റൂട്ടൊക്കെ തന്നെ എടുത്ത് ഈ ഭാഗം മൊത്തം തമിഴ്നാടാണ്. അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കേരള, ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാട്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്ന് ഓക്കെ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ വാൾപ്പാറൈ എന്ന് പറയുന്ന നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താം. വെൽക്കം ടു തമിഴ്നാട്. തമിഴ്നാടിൻ്റെ വടക്ക് സൈഡാട്ടോ ഈ ഒരു വാൾപ്പാറ ആ ഒരു ഭാഗം വരുന്നത്. നമുക്ക് നേരെ സ്ട്രൈറ്റ് റോഡാണ്. ഇനി കാണുന്ന ഗ്രാമങ്ങളെ, അതുപോലെ തന്നെ ഗ്രാമങ്ങളും അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും എല്ലാം തമിഴ്നാട് ടച്ചുള്ള ആ ഒരു സംഭവങ്ങളായിരിക്കും. മെയിൻ ഗേറ്റ് ഈ ഭാഗത്തോട്ട് വരുന്നത്. ഡാമിൻ്റെ പേര് സോളയാർ ഡാം അത് തന്നെയാണ് തോന്നുന്നത്. സോളയാർ എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. സോളയാർ ഡാം എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഡാമിൻ്റെ വിഷ്വലായിട്ട് നിങ്ങൾ നേരത്തെ കണ്ടത് നമ്മുടെ ഇൻസ്റ്റാ 360 പണി പാടി ചാർജ് കഴിഞ്ഞു. ഇനി അപ്പോൾ അത് കുത്തി വെക്കണം. വാൾപ്പാറത്തിന് മുന്നേ കുത്തി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പണി പാടും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഡാം കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ആദ്യം. ഷോളയാറാട്ടോ, സോളയാറല്ല, ഷോളയാർ ഡാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡാം കറക്റ്റ് കാണാം കേട്ടോ. ഡാമിൻ്റെ കവാടം അങ്ങോട്ട് വണ്ടികൾ കയറ്റില്ല, പക്ഷേ നമുക്ക് നടന്നു പോകാം. വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് ഡാമിൽ ഇപ്പോൾ വെള്ളം കുറവാണ്. ഇതാണ് ഷോളയാർ ഡാം, കാണുന്നില്ലേ? ഷോളയാർ ഡാമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തമിഴ്നാടൊക്കെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം കുറവ്. എന്നാലും അവർക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കിട്ടുന്നുണ്ടാവുമായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ഷോളയാർ ഡാമാണ് കേട്ടോ. എന്താ വ്യൂ അല്ലേ? അടിപൊളി വ്യൂ കേട്ടോ. ഡാമിൻ്റെ സൈഡിൽ കൂടിയുള്ള ഈ റോഡും ഡാമും നല്ല വലിയ ഡാമാട്ടോ. ചെറിയ ഡാമൊന്നുമല്ല, 1.5 ഡാമാണ്. ഇപ്പോൾ വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ ഫുള്ള് കാണാൻ കഴിയുന്നത്. വെള്ളം കംപ്ലീറ്റ് മഴക്കാലമാകുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകുന്ന ഡാം തന്നെ കേട്ടോ. അത്യാവശ്യം കിലോമീറ്റർ കണക്കിന് ഡാം ഉണ്ടേനും. ഇവിടെ നിന്നാണ് ഡാമിൻ്റെ ഈ ഒരു സൈഡാട്ടോ ഉത്ഭവിക്കുന്ന ഒരു സൈഡാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കണ്ട പശുക്കളൊക്കെ നടക്കുന്നുണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട്. അതിൽ കൂടി ഒരു റോഡ് പോകുന്നുണ്ട് കേട്ടോ. ആ ഡാമിൻ്റെ സൈഡിൽ കൂടി ഒരു ചെറിയ റോഡ് പോകുന്നുണ്ടോ നിങ്ങൾ? ആ ഭാഗത്തൊരു റോഡ് പോകുന്നുണ്ട്. എന്താ വ്യൂ അല്ലേ ആ ഡാമിൻ്റെ. ഡാം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല കേട്ടോ. കംപ്ലീറ്റ് ഡാമിൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഏരിയ മൊത്തം കംപ്ലീറ്റ് ഡാമിൻ്റെ ഏരിയ കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ഞാൻ 2ാമത്തെ തവണയാണ് ഈ ഒരു വാൾപ്പാറ പോകുന്നത് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. വെയിലുണ്ട്, പക്ഷേ തണുപ്പുണ്ട്. വെയിലങ്ങോട്ട് ഏൽക്കണില്ല, അങ്ങനത്തെ ഒരു ഫീലിങ്.
വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല വ്യൂ കേട്ടോ. ഈ ഒരു ഏരിയ ഞാനതാ പറഞ്ഞത് നിങ്ങളോട്, ഈ ഏരിയ ബൈക്കും കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റും. നിങ്ങൾ എങ്ങനെ വന്നാലും, കപ്പിളായിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും നിങ്ങൾ ബൈക്ക് കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ടത്. ഇവിടെ എന്താ പ്രശ്നം? ആ പ്രശ്നം അവർ തമ്മിൽ തീർത്തോളും. നമുക്ക് പോവാം. വലിയ വലിയ മലകൾ കണ്ടോ നിങ്ങൾ? അടിപൊളി റോഡാട്ടോ. നമ്മുടെ കേരളത്തിലുള്ള റോഡിനേക്കാൾ ഉഷാർ റോഡാണ് തമിഴ്നാട് റോഡ് കേട്ടോ. അത് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞ പോലെ കുന്നംകുളം തൃശ്ശൂർ റോഡ് പറഞ്ഞ പോലെ ആ റോഡൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലുള്ള റോഡുകളിലൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി റോഡാണ് എല്ലാ ഭാഗത്തുള്ളത്. എന്താ അല്ലേ, തേയിലത്തോട്ടങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് നിറച്ചിരിക്കുകയാണല്ലോ. ഏയ് ഓരോ ഡെസ്റ്റിനേഷൻ്റെയും പേര് ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇപ്പോൾ വാൾപ്പാറൈ, അതേപോലെ ഒരേ RI അതുപോലുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിരിക്കും. നമ്മൾ മലയാളത്തിൽ വാൾപ്പാറ എന്ന് പറയുന്നത് ഇവിടെ വാൾപ്പാറൈ എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര് വരിക. ശരിക്കും വാൾപ്പാറൈ എന്നാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ്റെ പേര് കേട്ടോ. ഒരു മലയാളി ഹോട്ടലാണ്. മലയാളീസിൻ്റെ ഹോട്ടലൊക്കെ അപൂർവമാണ് തമിഴ്നാട്ടിൽ. എൻ്റെ പൊന്നോ, ഒരു ലോകം തന്നെ കേട്ടോ. തട്ടായിട്ട് തേയിലത്തോട്ടങ്ങൾ അതിൻ്റെ ആ ഒരു ഡിസൈനിൽ തന്നെ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് കയറി ഫോട്ടോ എടുക്കാൻ പോകരുതെന്ന് പറഞ്ഞേക്കാം. നല്ല രീതിയിൽ പാമ്പ് കാര്യങ്ങൾ ഉണ്ടാവുന്ന സംഭവമായിട്ടത് മനസ്സിലാവില്ല. അപ്പോൾ അത് അറിവുള്ള ആളുകൾ മാത്രം ഇതിൽ ഇറങ്ങി ഫോട്ടോ എടുക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടോ. നമ്മൾ ബൈക്ക് കൊണ്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഇറങ്ങാറില്ല. വാൾപ്പാറയ്ക്ക് ഇനി 3 കിലോമീറ്റർ കേട്ടോ. വെറും 3 കിലോമീറ്റർ വാൾപ്പാറ. തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഒരു വാൾപ്പാറ യാത്ര. നല്ല മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴ എങ്ങാനും പെയ്താൽ നമ്മൾ ഗോപ്രോ കാര്യങ്ങളൊക്കെ കെട്ടിക്കൂട്ടി സെറ്റാക്കേണ്ടി വരും. ഒരു വേസ്റ്റ് കവർ എന്തായാലും നിർബന്ധം വേണ്ടിയിട്ട് വരും. ക്യാമറയും കാര്യങ്ങളും നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നഷ്ടം, ഒരു സംഖ്യ നഷ്ടമാവും. 1 ലക്ഷത്തിൻ്റെ മേലെ നഷ്ടമാവും. ഓക്കെ, ഏകദേശം നമ്മൾ വാൾപ്പാറ എത്താനായിട്ടോ. എന്താല്ലേ ഒരു ലോകല്ലേ. ഒരു വശത്ത് നല്ല മഴക്കാറ് കാണുന്നുണ്ട്, ഒരു വശത്ത് നല്ല വെയിലും കാണുന്നുണ്ട്. ഇതിലിപ്പോൾ ഏതാ പെയ്യാന്ന് ഇപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനായി. എന്തും സംഭവിക്കാം. മഴ പെയ്ത് കഴിഞ്ഞാൽ
നിന്ന് കൊള്ളേണ്ടി വരും. കോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ ഹൗസ് ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ എന്തൊക്കെയുണ്ട് കേട്ടോ. ഇവിടെ ഒരു കനാലൊക്കെ കാണുന്നുണ്ട്. എന്ത് കനാലാണോ എന്തോ. ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബോട്ടിംഗ് ഇത് സംഭവം ഡാമും ആര് സെറ്റ് ചെയ്തിട്ട് ആര് ജസ്റ്റ് വാട്ടർഫാൾസ് ഒന്നുമില്ല, പക്ഷെ ഡാമും ആര് സെറ്റ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ബോട്ടിങ് ചെയ്യുന്ന സംഭവം കേട്ടോ. അതെല്ലാം ഈ കനാലായിട്ടുണ്ടോയെന്നറിയില്ല, കനാലൊന്നും കാണാനില്ല. വെൽക്കം ടു വാൾപ്പാറ. അങ്ങനെ ഗൈസ് നമ്മൾ വാൾപ്പാറ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്വന്തം വാൾപ്പാറ. വാൾപ്പാറ. വെൽക്കം ടു വാൾപ്പാറ. ഈ വർഷത്തെ അങ്ങോട്ട് പോകാനുണ്ട്. അങ്ങനെ കറങ്ങാം. അങ്ങനെ നമ്മൾ വാൾപ്പാറ ജംഗ്ഷൻ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാൾപ്പാറയിൽ കൂടുതൽ കാണാനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾപ്പാറ പോകുന്ന ആളുകൾ മെയിനായിട്ട് ഈ ബൈക്ക് റൈഡാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ബൈക്ക് റൈഡായിട്ട് പോകണം എന്ന് പറയുന്നത്. വാൾപ്പാറ കാണാനുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടില്ല ആ ഒരു സംഭവം, അതേപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് വാൾപ്പാറ കാണാനുള്ളത്. മെയിനായിട്ട് ഈ തൊഴിൽത്തോട്ടം കാര്യങ്ങളൊക്കെയാണ് വാൾപ്പാറ കാണാനുള്ളത്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈക്കായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് ബൈക്ക് റൈഡ് മാത്രമാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അണ്ണാ പെട്രോൾ പമ്പ് എങ്ങനെ ഇருக்கு? പെട്രോൾ പമ്പ് ഉള്ള ഇருக்கு. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു റൈഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വാൾപ്പാറ എന്ന് പറഞ്ഞ് പോകുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് കാണാനുള്ളതും ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്, തേയിലത്തോട്ടം കാര്യങ്ങളും. നമ്മൾ കുറേ ഡെസ്റ്റിനേഷനിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ വാൾപ്പാറ അങ്ങാടി. വാൾപ്പാറ ബസ് സ്റ്റാൻഡൊക്കെ നിങ്ങൾ കാണും കേട്ടോ. തമിഴ്നാട്ടിലത്തെ ബസ് നോക്കി നിങ്ങൾ, നമ്മൾ നാട്ടിലത്തൊക്കെ അങ്ങാടി അറിയില്ലേ, അതേപോലുള്ളൊരു അങ്ങാടിയാണ്. നമ്മൾ വാൾപ്പാറ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നും എല്ലാവർക്കും വലിയ സംഭവമാണെന്നുള്ളത്. സംഭവമൊക്കെ തന്നെയാണ്, പക്ഷേ ഇതാണ് വാൾപ്പാറ അങ്ങാടി. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വാൾപ്പാറ അങ്ങാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്രോൾ പമ്പാട്ടത്, വാൾപ്പാറ പെട്രോൾ പമ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പെട്രോൾ അടിക്കണം. ഓക്കെ, തിരിച്ചു പോകാം. മണ്ടന്മാർ അങ്ങോട്ട് പോയി. ഇപ്പോൾ അവരെ പിടിച്ചു കൊടുക്കുന്നത് ഇവിടുന്ന് പെട്രോൾ അടിക്കുക. വാൾപ്പാറത്തെ ഫയർ സ്റ്റേഷനൊക്കെ ഗൈസ്. അപ്പോൾ നമ്മളിതാ വാൾപ്പാറയിലാട്ടെന്നുള്ളത്. വാൾപ്പാറയിൽ കുറേ കാണണമെന്ന് വെച്ചാൽ കൂടുതലായിട്ട് കാണാമെന്നില്ല. ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല അടിപൊളി ഫോട്ടോസ്, നല്ല അൺഫെയ്ഡ് റൈഡ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വാൾപ്പാറ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. വാൾപ്പാറയിൽ വന്നതിന് ശേഷം പിന്നെ സ്റ്റേ ചെയ്യാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൂം എടുത്ത് നമുക്ക് പിറ്റേ ദിവസം കറങ്ങാനും പരിപാടികളൊക്കെ നടക്കും. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടാണ് കോട കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. സീസൺ ആണ് എന്നുണ്ടെങ്കിൽ നല്ല കോടയും കാര്യങ്ങളും. അപ്പോൾ മൂന്നാറൊക്കെ പോയാൽ ഇപ്പോഴും കോട കാണാറുണ്ടല്ലോ. അപ്പോൾ മൂന്നാറിൻ്റെ ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു വാൾപ്പാറ എന്ന് പറയുന്ന സ്ഥലവും. അപ്പോൾ മൂന്നാർ ചെന്ന പോലെ ആ ഒരു ഫീലിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്നാർ തന്നെ പോകണം. വാൾപ്പാറ മെയിനായിട്ട് ബൈക്ക് റൈഡ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക. കാർ കൊണ്ട് നിങ്ങൾ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എൻജോയ്മെൻറ്റ് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ബൈക്ക് റൈഡ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വാൾപ്പാറ ഇങ്ങനെ വന്ന് വിസിറ്റ് ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഉണ്ട് കേട്ടോ. അത്രയും ഏരിയ കവർ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചതല്ലാത്ത കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ചിലതൊക്കെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വാൾപ്പാറയെക്കുറിച്ച് പറയാനുള്ളത്. ഇന്ന് ഒരു ഞായറാഴ്ച ദിവസം ഒഴിവ് കിട്ടിയപ്പോൾ അങ്ങനെ ഇറങ്ങിയതാട്ടോ. ഞാൻ ശരിക്കും നമ്മുടെ ഗോൾഡ് ബീച്ച് എടുത്ത് ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. ഗോൾഡ് ബീച്ചിൻ്റെ റിവ്യൂ ഒരു കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ റിവ്യൂ ആയിരിക്കും. അപ്പോൾ ഗോൾഡ് ബീച്ച് പിസ്റ്റന്മാർക്ക് കഴിഞ്ഞ് ഒരു 1000 കിലോമീറ്റർ കഷ്ടിച്ച് ഓടാവനാവുന്നുള്ളൂ. പിന്നെ ഇൻഷുറൻസും ടാക്സൊക്കെ തെറ്റി കിടക്കുകയാണ്. അപ്പോൾ അതെടുത്ത് എന്നിട്ട് പിന്നെ ഇവിടെ ചെക്കിങ്ങിൽ എന്തെങ്കിലും പെട്ടെന്ന് പിന്നെ വണ്ടി ഇവിടെ ഇട്ട് പോകേണ്ടി വരും പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ കേരള പോലീസ് മാതിരിയല്ല, കേരള പോലീസിനെക്കാട്ടും ചൊറയാണ് തമിഴ്നാട് പോലീസ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ടാണ് ആ എടുത്ത് പോരാൻ കേട്ടോ. അതെടുത്ത് പോരുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഫോട്ടോസിനാണെങ്കിലും റീച്ച് കാര്യങ്ങൾ എല്ലാം പക്കിയായിരിക്കും. അതാണ് ടൂ സ്ട്രോക്കിൻ്റെ ഒരു വൈബ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ എവിടേക്ക് ട്രിപ്പ് പോകണമെങ്കിലും നമ്മുടെ ഗ്രീൻ ബീച്ചും കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രീൻ ബീച്ചിൽ നിന്ന് ഗോൾഡ് ബീച്ചും കൊണ്ടായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ പൊള്ളാച്ചി വഴി പാലക്കാട് വഴി അങ്ങനെ മലബാർ അങ്ങോട്ടാണ് പോവുക. അപ്പോൾ മലബാർ എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ പെരുന്നാൾ വന്നപ്പോൾ എല്ലാവർക്കും അവനാവശ്യമായി.
ഓക്കെ, കുറച്ചും കൂടെയൊക്കെ നമുക്ക് റൈഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. മെയിനായിട്ട് ഞാൻ റൈഡ് ചെയ്യുന്നൊരു വീഡിയോ, അതായത് വാൾപ്പാറ വരെ പോകുന്നൊരു വീഡിയോ കാണിക്കുക എന്നുള്ള മൈൻഡോട് കൂടി ചെയ്തിട്ടുള്ള വീഡിയോ കേട്ടോ. വാൾപ്പാറ വന്നവർക്ക് അറിയാം, ഇപ്പോൾ കാറായിട്ട് വന്നാലും ബൈക്കായിട്ട് വന്നവർക്ക് അറിയാം, ഇതാണ് ഇവിടെയൊക്കെ കാണാനുള്ളത്. ഇപ്പോൾ ഫാമിലി ആയിട്ട് വരാൻ പറ്റുമെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് ഓരോ ബോട്ടിംഗ് ഉണ്ട്, അതേപോലെ ആ ഡാമിൻ്റെ അവിടെ കയറാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഏരിയയിലൊക്കെ കറങ്ങാം. ഇവിടെ സ്റ്റേ ചെയ്ത് കറങ്ങുകയാണെങ്കിൽ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് അടിച്ചാൽ തന്നെ കുറേ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറേ ഡാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളിത് റൈഡ്, 1 ഡേ റൈഡ് എൻജോയ് ചെയ്ത് വരിക, ബൈക്കായിട്ട് എൻജോയ് ചെയ്ത് വരിക എന്നുള്ള മൈൻഡോട് കൂടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. പൊള്ളാച്ചി വഴി അങ്ങനെ പാലക്കാട് തിരിച്ചിറങ്ങിയ കേട്ടോ. എവിടെയെങ്കിലൊക്കെ നമ്മൾ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് ഒന്നുകൂടെ നിർത്തും. ബൈക്ക് റൈഡ് മൂടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാൾപ്പാറ എന്തുകൊണ്ടും ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ബൈക്കും കൊണ്ട് വരിക, വേറെ ഒന്നും കൊണ്ട് വരരുത്, ബൈക്കും കൊണ്ട് വരിക, അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ KSRTCയിൽ ഉല്ലാസയാത്ര സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 2-3 വണ്ടികൾ കണ്ടു, ഇപ്പോഴും നടക്കുന്നുണ്ട് സംഭവം. അതും ഭയങ്കര രസമാണ്. കുറേ ആളുകൾ പരിചയപ്പെടാൻ പറ്റും. കുറേ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ കുറേ ആൾക്കാർ നമ്മളെ ഫുഡ് അയച്ച സമയത്തോടെ ഉണ്ടായിരുന്നു കേട്ടോ. KSRTCക്ക് വന്നേ, KSRTCയുടെ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാമല്ല, ഒരു യാത്രയായിട്ട് സെറ്റപ്പായിട്ട് ബസ്സിൽ പോകുന്ന സംഭവം. അപ്പോൾ അതിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോഴും അത് സംഭവം ഓക്കെയാണ്. അപ്പോൾ ആളുകൾ അത് ഓക്കെ ആയതുകൊണ്ടാണല്ലോ പിന്നെയും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ മൈൻഡ്, ഇപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ജോലിയിൽ ഭയങ്കര സ്ട്രെസ്സ് ഉണ്ട്. ഏത് വർക്കിനായാലും അതിൻ്റേതായ ഇടങ്ങേറും അതിൻ്റേതായ സ്ട്രെസ്സും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആയി ഈ റൈഡ് പോകുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ഫ്രീ ആയിരിക്കും. എന്നെ സമയത്തോളം മൈൻഡ് ഫ്രീ ആണ്. ഞാൻ വേറെ ഉള്ളപ്പോൾ ഷോപ്പിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വരുന്ന സംഭവങ്ങളെ കുറിച്ചോ ഒന്നും നമുക്ക് ആ ഒരു മൈൻഡ് ആ ഒരു സമയത്ത് എന്ത് ചെയ്യില്ല, നമുക്കത് കടന്നു വരില്ല. എല്ലാം നമ്മൾ ഈ റൈഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചിന്തകളും കാര്യങ്ങളൊക്കെ മാത്രമാണ് നമുക്ക് ഈ റൈഡ് ചെയ്യുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തും കിട്ടുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, യാത്രകൾ ചെയ്യുക. യാത്രകൾ എന്നും നമുക്ക് പുതിയ എക്സ്പീരിയൻസുകൾ മാത്രമാണ് തരിക. അപ്പോൾ ഫണ്ട് ഉണ്ടായിട്ട് യാത്ര ചെയ്യുക എന്നുള്ള മൈൻഡിൽ നിൽക്കരുത്. എവിടെന്നെങ്കിലൊക്കെ ഫണ്ട് മറിച്ചിട്ട് യാത്ര ചെയ്യുക. നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി മുക്കാലും നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആർക്കൊക്കെയെങ്കിലും വേണ്ടിയിട്ട് നയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നമ്മുടെ നാട് തന്നെ എക്സ്പ്ലോർ ചെയ്യുക, എന്നിട്ട് മറ്റുള്ള രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ നാട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. തമ്പനയിൽ ഫോട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് വെക്കേണ്ടി വരും. ഇരുട്ടായി തുടങ്ങി, മഴക്കാറ് വരുന്നുണ്ട്. ഒരു ലോങ് വീഡിയോ ആയിരിക്കും ഇത്, ഉറപ്പാണ്. കാരണം അത്യാവശ്യം ഏരിയ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അമ്പ് കേട്ടോ, എല്ലാ ഭാഗത്തും നല്ല അമ്പ് കൊടുത്തിട്ടുണ്ട്. അതാ വരുന്നു, അതാ തമിഴ്നാട്ട് വണ്ടികൾ. ഇവർക്ക് ഞാൻ കുറ്റം പറയാം കേട്ടോ. തമിഴ്നാട് ബസ്സും വരുന്ന സമയത്ത് കേരള ബസ് കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കടിയാണ്. രണ്ടും സൈഡ് കൊടുക്കില്ല, രണ്ടുപേരും. എന്നാൽ കേരളത്തിലുള്ള ആൾക്കാർ വിട്ടെടുക്കുക ആവില്ല. അതിനെ കാണിച്ച് പറയണം, ഓല നാടല്ല. ഒരു എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു തീരെ വിട്ടെടുക്കില്ല, സൈഡേ കൊടുക്കില്ല. വേണമെങ്കിൽ പോയാൽ മതി, ഇവരും അങ്ങനെ തന്നെ, വേണമെങ്കിൽ പോയാൽ മതി. എന്നിട്ടോ ആകെ ചുരം മൊത്തം ബ്ലോക്കാവും. ഇന്ന് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും കട്ടക്ക്. ആ KSRTCൻ്റെ കാര്യത്തിലുണ്ട് കേട്ടോ ആ സംഭവം. നമ്മുടെ നാട്ടിൽ KSRTCയും പ്രൈവറ്റ് ബസ്സും എന്താ സംഭവം എങ്ങനെയുണ്ട്? അതേപോലെയാണ് തമിഴ്നാട്ടിൽ കേരള വണ്ടി കണ്ടു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ബസ്സേർക്കുള്ള പരിപാടികൾ അത് എല്ലാ നാട്ടിലുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കോട ഇറങ്ങി, മഴക്കാർ കാണുന്നുണ്ട്, നല്ല കോട ഇറങ്ങി കേട്ടോ. ലൈറ്റ് ഒരു വിഷയം തന്നെയാണ്. ഗോപ്രോ ഓഫ് ആവാനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം നമുക്ക് കൂടുതൽ ഇനി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈൻഡപ്പ് സെക്ഷൻ പോയി കിട്ടും. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. ഞാൻ ഒന്നും കൂടെ പറയാം, ബൈക്ക് റൈഡ് ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വരിക. ബൈക്കായിട്ട് റൈഡ് ചെയ്ത് കിട്ടുന്ന എക്സ്പീരിയൻസ് വാൾപ്പാറ വേറെ തന്നെ കേട്ടോ. ഒരു 4-5 ബൈക്ക് കൊണ്ട് വരിക. 2 സ്ട്രോക്ക് ആണെങ്കിൽ ഒരു 4 വണ്ടി കൊണ്ടെങ്കിലും വരിക. കൂടുതൽ വരരുത്, ഒരു 4-5 വണ്ടി കൊണ്ട് 2 സ്ട്രോക്ക് ആയിട്ട് വരിക. നല്ല ഫീലായിരിക്കും, നല്ല മൂഡായിരിക്കും. എനിക്ക് ഈ ഒരു ഭാഗത്തേക്ക് 2 സ്ട്രോക്കുമായിട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മുടെ പയ്യന്മാരൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ 2 സ്ട്രോക്കും കൊണ്ട് വരും കേട്ടോ. നല്ല അടിപൊളി കിടിലം വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ KTM-ന് നമുക്ക് സർവീസ് ആയിട്ടുണ്ട്. 2 ടയർ മൊട്ട ആവാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സർവീസ് ചെയ്യണം. എന്നിട്ടാണ് നമുക്കിനി തുടർ
പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ എന്നാലും ഇന്നത്തെ ഒരു വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഇന്നൊരു ട്രാവൽ വ്ലോഗായിരുന്നു നിങ്ങൾ കണ്ടത്. വാൾപ്പാറ വരെ എത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു. കാഴ്ച എന്ന് പറയുമ്പോൾ റൈഡ് വിഷ്വൽസ് ആണ് മെയിനായിട്ട് വാൾപ്പാറയിലുള്ളത്. അതിൻ്റെ വിഷ്വൽസൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.